എവ്രിവൺ. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് കേട്ടോ ആദ്യം തന്നെ കാണിക്കാൻ വേണ്ടി പോണത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വാച്ചും പിന്നെ പോലെ ഇയറിങ്ങുമാണ് ഞാൻ ഇതിൽ കൂടിയിട്ട് ഞാൻ ആക്സസറീസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. മാലയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, വളകളൊന്നും ഇട്ടിട്ടില്ല, അത്രയും സിമ്പിളാണ് കേട്ടോ. അപ്പോൾ കാലത്തിന് നേരത്തെ നീട്ടിട്ടുണ്ട്. നമുക്ക് എറണാകുളത്താണ് പരിപാടി വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നീറ്റപ്പോൾ ടോക്കിൻ നീട്ടിട്ട് ഇരിക്കുന്നത്. എന്താണ് ഇവർക്കൊക്കെ പറ്റിയത്, നേരത്തെ നീട്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു മട്ടും പാവാണ്. അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ തല നനച്ചിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഫംഗ്ഷനൊക്കെ പോണ സമയത്ത് തല നനച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹെയർ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എൻ്റെ ഹെയറിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അത് കാരണം ഞാൻ തല കുളിക്കാറില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു സാരിയാണ് നമ്മൾ ചുറ്റുന്നത് കേട്ടോ. നമുക്കൊരു കല്യാണമാണെന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, ഒരു സാരിയാണ് നമ്മൾ ചുറ്റുന്നത് കേട്ടോ. അങ്ങനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഏതൊരു ക്രീം തേക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈവൻ സൺസ്ക്രീൻ തേക്കുകയാണെങ്കിൽ അതിന് മുന്നേ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന് നമുക്കറിയാമല്ലോ. അത് മറക്കാതെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു ലേറ്റായി, നമുക്ക് പാർലറിൽ പോവാം, എന്നിട്ട് അവിടുന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പാർലറിൽ പോയിട്ട് നമുക്ക് അമ്മയ്ക്ക് അവിടെ ലൈറ്റായിട്ടൊരു മേക്കപ്പ് പറഞ്ഞിട്ടുണ്ട് പാർലറിൽ. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് എൻ്റേതായ മേക്കപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരെ പാർലറിലോട്ട് പോകുന്നത് കേട്ടോ. സാരിയൊക്കെ എടുത്ത് വരുമ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ഇത്രയും ലോങ് പോകേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ പാർലറിലോട്ട് പോകുന്നത് കേട്ടോ. ഇതെൻ്റെ അനിയനാണ്. അനിയന് നേരത്തെ ഞാൻ ഒരു ടച്ചപ്പൊക്കെ ചെയ്ത് കൊടുത്തൊരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആരെയും ഉണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ എൻ്റെ ട്രൈപോഡും തൂക്കി കാറിലിട്ടിട്ട് ഞാൻ നേരെ പാർലറിലോട്ടാണ് പോകുന്നത്. ഇനി ബാക്കി എൻ്റെ മേക്കപ്പ് പാർലറിൽ വെച്ചിട്ടാണ് കേട്ടോ. അത് നമ്മൾ പാർലറിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ സാരിയൊക്കെ ചുറ്റി നേരത്തെ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായി. ഇനി ഞാൻ സൺസ്ക്രീനാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഏത് സൺസ്ക്രീനാണെന്നൊക്കെ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീനും കൂടിയാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം, പിമ്പിൾസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് കേട്ടോ. ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ഈ സൺസ്ക്രീനും. എന്നിട്ട് അടുത്ത് ഞാൻ ഒലയുടെ ഒരു ഫേസ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൈറ്റനിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കൂടി ഇപ്പോൾ യൂസ് ചെയ്ത് മോയ്സ്ചറൈസറും അപ്പോൾ തന്നെ സൺസ്ക്രീനും പിന്നെ ഒരു ഒലയുടെ ഫേസ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഫേസിൽ ഈ ഒരു 2 ക്രീമാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അടുത്ത് ബേബി ക്രീം ഉണ്ട് കേട്ടോ. അത് ഞാൻ കണ്ണിൻ്റെ തടത്തിലൊക്കെ ഞാൻ എന്താ പറയുക, ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, നമുക്ക് ആകെ കറുത്തിരിക്കുന്ന കണ്ണൊക്കെ. അപ്പോൾ അത് മാത്രം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ണിൻ്റെ തടത്തിട്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് കേട്ടോ. അവിടെ അമ്മ സാരിയൊക്കെ ചുറ്റി വൃത്തിയാക്കുന്നുണ്ട്. ഒക്കെ എന്താ പറയുക, ലൈറ്റ് മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മോട് പറയാം, അമ്മയെ നോക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ടെന്ന് കൊണ്ട് അമ്മോട് ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് ഞാൻ അതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫേസിൽ ഫുള്ളായിട്ട് ഫില്ലായോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് തന്നെ അത് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സെറ്റായി നിൽക്കും കേട്ടോ. പിന്നെ ഞാൻ കണ്ണിൻ്റെ മേലെയും കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഫില്ലാക്കി കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ ഐബ്രോസിൻ്റെ തൊട്ടടിയിലും കൂടിയിട്ട് അത് ഫില്ലാക്കി കഴിഞ്ഞാൽ ഐബ്രോസൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഞാനത് അപ്ലൈ ചെയ്തിട്ട് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കും, ഒരു വൃത്തി ഉണ്ടാവില്ല മേക്കപ്പ് ചെയ്ത് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോഴേക്കും വലിയ കോൺഫിഡൻസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പം മുതൽ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, ഭയങ്കരമായിട്ട് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പായിട്ട് എപ്പോഴും ഞാൻ ചെയ്യാറ്. എന്നിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയെന്നറിയോ, നമ്മുടെ അടുത്ത് ഏത് മസ്കാരയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസ്കാര യൂസ് ചെയ്തിട്ട് നമ്മുടെ ഐലാഷസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യേണ്ട ചെയ്യുന്നത്. എൻ്റെ ഐലാഷസൊക്കെ ഭയങ്കര നീണ്ടിരിക്കുന്നു ഗൈസ്. എന്നിട്ട് ഞാനിതാ എന്താ പറയുക, ഐലൈനർ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ട്, അതായത് ഫുള്ളായിട്ട് ഞാൻ എഴുതിയിട്ടില്ല, സിമ്പിളായിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളൂ. നമ്മുടെ ഈ കണ്ണിൻ്റെ എൻഡ് ഭാഗമില്ലേ, അവിടുന്ന് ഒരു ചെറിയൊരു വാല് പോലെ വരച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കതിൽ കറക്റ്റ് കാണുമോ എന്ന് എനിക്കറിയില്ല. ആ ഒരു സൈഡിൽ മാത്രമേ ഞാനത് ഇങ്ങനെ വരച്ചിട്ടുള്ളൂ കേട്ടോ, ഫുള്ളായിട്ട് എഴുതിയിട്ടില്ല. എന്നിട്ട് നമുക്ക് ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വരും കേട്ടോ. എൻ്റെ ഐബ്രോസ് രണ്ട് വിധത്തിലാണുള്ളത്, രണ്ട് ഷേപ്പിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഐബ്രോസിൻ്റെ മേലെ കൂടെ നൈസായിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്തത്. വരച്ച് കൊടുക്കുക പറയുമ്പോൾ കറക്റ്റ് അറിയില്ല, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. നൈസായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കേണ്ട ചെയ്യുന്നത്, വരയ്ക്കേണ്ട ചെയ്യുന്നുണ്ട് കണ്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് അടിയിൽ കൂടെ നമുക്ക് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഫ്ലോപ്പായി പോകാറാണ് പതിവ്. പക്ഷെ ഇപ്പം നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിൽ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ കണ്ണ് എഴുതിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വെള്ളാമ്പിച്ചിരിക്കുകയാണ് ചെയ്യാറ്. പൊതുവേ ഞാൻ കണ്ണ് എഴുതാറില്ല, മേലെ മാത്രമേ എഴുതാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെള്ളാമ്പിച്ചിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അടിയിൽ നൈസായിട്ടൊന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ. നൈസായിട്ട് മാത്രം.
ചെറിയ രീതിയിൽ മാത്രം, അല്ലെങ്കിൽ കണ്ണിങ്ങനെ കറുത്തിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ചെറിയ രീതിയിൽ, കാരണം അത്രയും സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ഞാനത് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അതിനൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അടിയിൽ നല്ല രീതിക്ക് കറുപ്പായിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരുമാതിരി കരിങ്കാളി പോലെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെറുതായിട്ട് മാത്രം അത് എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതായത് മുഖത്ത് ഐബ്രോസ് ആണെങ്കിലും നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുള്ളതാണെങ്കിലും ഒക്കെ സിമ്പിളായി വരുമ്പോഴാണ്, ഒരേപോലെ സിമ്പിളായി വരുമ്പോഴാണ് അതിന് സിമ്പിൾ മേക്കപ്പ് എന്നും പറയുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു മേക്കപ്പ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സാധാ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ എൻ്റെ മേക്കപ്പിന് യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ. ഇനി എനിക്ക് മുടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഞാൻ ഇയറിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു വാച്ചാണ് എൻ്റെ കയ്യിലുള്ളത്. അത് മാത്രമേ ഉള്ളൂ നമ്മളൊരു ആക്സസറീസ് ആയിട്ട് വേറെ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, ജ്വല്ലസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഹെയർ ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞി പൊട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇന്നത്തെ നമ്മളൊരു വീഡിയോ. അമ്മയുടെ മേക്കപ്പും കഴിഞ്ഞിട്ട് അമ്മയും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പാർലറിൽ നിന്ന് ഇറങ്ങിയിട്ടോ. കണ്ട, അപ്പം ഞാൻ ഭയങ്കര സുന്ദരിയായില്ലേ ഗൈസ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള മേക്കപ്പായില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ ഈ വീഡിയോ എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചെടുത്തുള്ള വീഡിയോ ആണ്. എനിക്ക് എന്താ പറയുക, അവസാനം മേക്കപ്പൊക്കെ ചെയ്ത് വന്നിട്ട് ആ ഒരു റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ അനിയനും ഞാൻ ഭയങ്കര ടച്ചപ്പൊക്കെ ചെയ്ത് കൊടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ മേക്കപ്പ് എങ്ങനെ ഉണ്ടാ നോക്കുന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം.